കൂട്ടുകാരെ, ഇന്നൊരു അടിപൊളി ടേസ്റ്റിൽ ഈസി ആയിട്ട് എങ്ങനെ കുക്കർ ബിരിയാണി ഉണ്ടാക്കാമെന്ന് നോക്കിയാലോ. അപ്പോൾ അതിനാവശ്യമായ ചേരുവകളാണ്. ഞാനിവിടെ 1/2 കിലോ അരി എടുത്തു, 2 ഗ്ലാസ് അരി. അതിന് നല്ലപോലെ ഒരു പാത്രത്തിലിട്ട് വെള്ളം ഒഴിച്ച് നല്ലപോലെ കഴുകിയതിന് ശേഷം അരമണിക്കൂർ കുതിർക്കാൻ വയ്ക്കണം. എന്നിട്ട് അതിനാവശ്യമായ ചേരുവകളെന്ന് പറയുന്നത് ക്യാരറ്റ്, തക്കാളി, ഉരുളക്കിഴങ്ങ്, ഗ്രീൻ പീസ്, കോളിഫ്ലവർ എടുക്കാം, കോളിഫ്ലവർ, ക്യാബേജ്, ക്യാപ്സിക്കം, എന്തൊക്കെയാണ് നമുക്കിവിടെ കയ്യിലുള്ളത് അവയെല്ലാം എടുക്കാവുന്നതാണ് കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഇവിടെ ഞാൻ ഒരു സവാള, പച്ചമുളക് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇതാ സോയ എടുത്തിട്ടുണ്ട്. ഇതിന് നേരത്തെ തന്നെ വേവിച്ച് ഇതിൻ്റെ എല്ലാം ചട്ടിയെല്ലാം കളഞ്ഞ് കഴുകി ക്ലീനാക്കി വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇതിൽ ചേർക്കേണ്ട താളിപ്പിനുള്ളത് പെരുംജീരകം, ബേ ലീഫ്, പട്ട, ഏലക്ക, ഗ്രാമ്പൂ, ഇതെല്ലാം ഇവിടെ എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഇനി അടുത്ത് വയ്ക്കാൻ പോകുന്നത് ഒരു കുക്കർ എടുത്ത് വയ്ക്കുക. ഇത് 2 ടേബിൾ സ്പൂൺ എണ്ണ ഞാനിത് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. 2 തൈരും അതേപോലെ 2 ടേബിൾ സ്പൂൺ നെയ്യും ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നെയ്യ് മാത്രം ചേർത്ത് കൊടുത്ത് കഴിഞ്ഞാൽ അത് പെട്ടെന്ന് വറ്റിപ്പോകും. അപ്പോൾ എണ്ണയും നെയ്യുമാണ് ഇതിൻ്റെ കോമ്പിനേഷൻ. ചേർത്ത് കൊടുത്തിട്ട് ഈ പറയുന്ന സാധനങ്ങളെല്ലാം കൂടി ഇട്ടിട്ട് നമ്മൾ ഇട്ടതിന് ശേഷം തക്കാളിയല്ല സവാളയും പച്ചമുളകും ചുവടുകൂടി ചതച്ചതും കൂടി ഇതിൽ ചേർത്ത് കൊടുത്ത് വഴറ്റണം. അപ്പോൾ ഇതിൻ്റെ ഈ കുക്കർ ബിരിയാണി എന്നല്ല, ഏത് ബിരിയാണിക്ക് ടേസ്റ്റ് കൂട്ടാനായിട്ട് ഒരു സാധനം ഉണ്ട്. ആ ഒരു ഇൻഗ്രീഡിയൻറ്റ് ഇതിൽ ഞാനിത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണും. ഇത് ഓരോന്നായിട്ട് ഞാനിതാദ്യം തക്കാളി ചേർത്ത് കൊടുത്ത് നല്ലപോലെ വഴറ്റി. അപ്പോൾ ഈ കുക്കറിൽ ഈസി ആയിട്ട് നമുക്ക് പെട്ടെന്ന് ബിരിയാണി വയ്ക്കാം. അപ്പോൾ അതിന് ഇതിൻ്റെ ഒരു പാകം എന്ന് പറയുന്നത് കറക്റ്റ് വെള്ളം ഒഴിച്ച് കൊടുക്കുക എന്നുള്ളതാണ്. വെള്ളം കൂടിപ്പോയി കഴിഞ്ഞാൽ ഇത് വെന്ത് കുഴഞ്ഞു പോകും. കുക്കറിലിരുന്ന് ഒരു 15 മിനിറ്റൊക്കെ ഇരിക്കുമ്പോൾ ഇത് വെള്ളം കൂടി കഴിഞ്ഞാൽ പിന്നെ വെന്തങ്ങ് ഉണ്ടാക്കി പോകും. അപ്പോൾ ഇതിൻ്റെ കറക്റ്റ് പാകത്തിൻ്റെ വെള്ളമാണ് ഈ കുക്കർ ബിരിയാണിയുടെ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ കറക്റ്റായിട്ട് വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ നമ്മുടെ ഇതെന്തൊക്കെ ഉണ്ട് അതൊക്കെ ഇട്ട് ഇതിൻ്റെ കൂടെ നമ്മൾക്ക് ഗ്രീൻ പീസ് വെള്ളക്കടലയൊക്കെ ചേർത്ത് കൊടുക്കാം, മറ്റ് കറുത്ത കടല എന്താണുള്ളത് അതൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇവിടെ ഞാനിത് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. മല്ലിപ്പൊടി ഓപ്ഷനാണ്, മല്ലിപ്പൊടി ചേർക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. മുളക് പൊടി ചിലർ ചേർക്കാറില്ല. അപ്പോൾ ഞാനിവിടെ ഈ മഞ്ഞൾപ്പൊടിയുടെ ആ ഒരു കളർ കോമ്പിനേഷൻ, അതായത് ഒരു ഗോൾഡൻ കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടി ഇതിൽ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നല്ല ടേസ്റ്റ്, ആ ഒരു കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടി. എന്നിട്ട് ഇതിനാവശ്യമായ ഉപ്പും കൂടി ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്യണം. അപ്പോൾ പെട്ടെന്ന് നമുക്ക് ഈസി ആയിട്ട് കുക്കറിൽ ഇതെല്ലാം കൂടി വഴറ്റി അരിയും കൂടി ചേർത്ത് അരിയൊക്കെ ഇട്ട് എന്നിട്ട് എന്താണ് ഞാൻ പറഞ്ഞ ഇൻഗ്രീഡിയൻറ്റ് പറഞ്ഞത് തൈര്. ഇത് ഞാൻ 1 ടേബിൾ സ്പൂൺ കട്ടത്തൈര് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് പുളിപ്പുള്ളത് കൊണ്ടാണ് ഞാൻ 1 ടേബിൾ സ്പൂൺ എടുത്തത്. പുളിപ്പില്ലെങ്കിൽ നിങ്ങൾക്ക് 2 ടേബിൾ സ്പൂൺ വരെ ചേർത്ത് കൊടുക്കാം. ഇതാണ് ബിരിയാണിയുടെ ടേസ്റ്റ്. ഇതിൻ്റെ കൂടെ തന്നെ ചിലർ പാലും കൂടി ഒരു 1/2 കപ്പ് പാലും കൂടി ചേർത്ത് കൊടുത്താലും നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇവിടെ ബിരിയാണി ടേസ്റ്റ് കിട്ടുന്നതാണ്. അതാണ്. എന്നിട്ട് ഇത് അരി കുതിർത്ത് വെച്ചിട്ട് 1/2 മണിക്കൂർ കുതിർത്തിട്ട് ഇതുമായി ചേർത്ത് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ഇവിടെ നമ്മൾ അരിയിട്ട് നല്ലപോലെ ഒന്ന് പൊട്ടിച്ചൊന്നും എടുത്ത് സമയം കളയേണ്ട ആവശ്യമില്ല. ഇതേപോലെ ഇടുക. എന്നിട്ട് ഇതിലിപ്പം 2 ഗ്ലാസ് അരിക്കും നമ്മൾ പാനിലൊക്കെ ഇട്ട് വയ്ക്കുകയാണെങ്കിൽ 4 ഗ്ലാസ് വെള്ളമാണ് വേണ്ടത്. ഇതിന് 3 ഗ്ലാസ് വെള്ളം ഒഴിച്ചാൽ മതി. 1 ഗ്ലാസ് നമ്മൾ കുറച്ച് ഒഴിച്ചാൽ മതി. എന്നിട്ട് ഇത് 1 ടേബിൾ സ്പൂൺ നാരങ്ങ നീര്. ഇതിലിപ്പം ഞാൻ 3 ഒഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇച്ചിരി വെന്തമായിരുന്നു. അപ്പം അതുകൊണ്ടാണ് പറയുന്നത് 1 ഗ്ലാസ് കുറച്ചില്ല. അപ്പം ബിഗിനേഴ്സിനൊക്കെ ആണെങ്കിൽ അവർക്ക് അത്ര ബുദ്ധിമുട്ടാവില്ല. ആദ്യമൊക്കെ അറിയാമെന്നുള്ളവർക്കാണെങ്കിൽ കുഴപ്പമില്ല. ബിഗിനേഴ്സിനൊക്കെ ആണെങ്കിൽ വളരെയധികം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഇത് ഈ രീതിക്ക് ഇങ്ങനെ വയ്ക്കുമ്പോൾ നല്ല രീതിക്ക് അടിപൊളി ടേസ്റ്റിൽ പിന്നെ ബിരിയാണി റെഡിയാക്കി നമുക്ക് എടുക്കാം. ഇത് സെറ്റായിട്ടുണ്ട്. നല്ല അടിപൊളി ടേസ്റ്റാണ്. ഞാനിതിൽ 3.5 ഗ്ലാസ് ഒഴിച്ചിട്ടുണ്ട്. പക്ഷേ 3 ഗ്ലാസ് വെള്ളം മാത്രം ഒഴിച്ചാൽ മതി. ഓൾറെഡി ഇഷ്ടമായ ലൈക്ക് ചെയ്യണേ, ഫോളോ ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. കമൻറ്റ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമൻറ്റ് ചെയ്യുക. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് പറയണം കേട്ടോ. അപ്പോൾ അടിപൊളി ടേസ്റ്റുള്ള നല്ല ഒരു കുക്കർ ബിരിയാണി പെട്ടെന്ന് ഈസി ആയിട്ട് എല്ലാവർക്കും ഇത് വീട്ടിൽ കുക്കർ ബിരിയാണി ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. പാൻ എടുത്ത് വെച്ച് ഭയങ്കര ഇങ്ങനെ പെട്ടെന്ന് ഉണ്ടാക്കേണ്ട ആ ടേസ്റ്റ് തന്നെ നമുക്ക് ഇത് കിട്ടുകയാണ്. ഇതിലൊരു 1/2 ഗ്ലാസ് പാലും കൂടി ചേർത്ത് കഴിഞ്ഞാൽ ഇതിനേക്കാളും ടേസ്റ്റ് ആയിരിക്കും. God bless you. Thank you for watching.